മുബീസ് പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാമില് അവരുടെ പ്രൊഫൈലിൽ ഞാൻ വീഡിയോ കണ്ട് ഹിജാബ് ധരിച്ചിട്ട് ഡാൻസ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അതൊരു കോൺട്രവേഴ്സിയായി മാറിയിട്ടുണ്ട്. അവര് ഒരു പെൺകുട്ടീനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ബിക്കോസ് ഒരു ജാതിയിലും മതത്തിലും പറയുന്നില്ല നമ്മൾ ഒരാളെ ഇൻസൾട്ടോ ഹേർട്ടോ ചെയ്യണമെന്ന്. ഓക്കെ, ആൻഡ് അവര് അതിന് മറുപടി കൊടുത്തിട്ടുള്ള വീഡിയോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ത്രെട്ടനിങ് വോയിസിലൂട്ടിയാണ് അതുള്ളത്. തീർച്ചയായും ആ കുട്ടിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. തീർച്ചയായും ആ കുട്ടി പേഴ്സണൽ മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ അത് ഡെലീറ്റ് ചെയ്യും. അപ്പൊ പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡെലീറ്റ് ചെയ്യൂല. ആ ഒരു വീഡിയോ കോൺട്രവേഴ്സിയായി മാറി നമ്മളെ റിലീജിയനെ ഒരു ഹൈലൈറ്റ് ആക്കുന്നുണ്ടെന്ന് പറയണത് നമ്മൾ എന്തിന് അത് വെച്ച് നിൽക്കേണ്ട ആവശ്യം, അത് ഡെലീറ്റ് കഴിഞ്ഞൂടെ? പിന്നെ ഈ കൂത്തെല്ലാം ഇവര് ഒരു കൊല്ലം മുമ്പേ വരെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോ എത്ര ആൾക്കാർ ഇവര് ഉപദേശിച്ചിട്ടുണ്ടാവും അങ്ങനെ ചെയ്യരുതിങ്ങ. അന്ന് അവർക്ക് പൈസ, ഫെയിം, അവരെല്ലാം ചെയ്യാൻ അവർ എൻജോയ് ചെയ്യുന്ന ലൈഫ്. അതേപോലെ ആയിരിക്കും ആ ചെറിയ പെൺകുട്ടിയും അതേപോലെ ഇപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ടാവും. നാളെ അവർക്കും തിരിച്ചറിവ് വരുമായിരിക്കും. ഈ മുബീസിന് എങ്ങനെ ഇപ്പൊ തിരിച്ചറിവ് വന്നു, അൽഹംദുലില്ലാ, അതേപോലെ ആ കുട്ടിക്കും വരുമായിരിക്കും. സോ യു ഡോണ്ട് ഫോഴ്സ്. നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്യാൻ ഒരു അധികാരമില്ല നമ്മൾ അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണമെന്ന്. കർണാടകയില് ആക്ച്വലി അത് ഓരോരോ സ്ഥലത്ത് അവരവർ ഫോളോ ചെയ്യുന്നതാണ്. ഇവിടെ എന്റെ ചുറ്റും ആൾക്കാർ എങ്ങനെയാന്ന് വെച്ചാൽ കയ്യില് ഗ്ലൗസും കാലില് സോക്സും ഇട്ടിട്ട് അത്ര പോലും പാബന്തിയോടെ നടക്കുന്ന ആൾക്കാരാണ്. അതെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാവണം എന്നല്ല. ഞാൻ ഇസ്ലാം സ്വീകരിച്ച അന്ന് മുതൽ ഞാൻ എന്റെ മുടി ആർക്കും കാണിച്ചിട്ടില്ല. അത് എന്റെ വിശ്വാസം. അന്നെ ആരും ഫോഴ്സ് ചെയ്യുന്നത്, അന്നെ ആരെങ്കിലും ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോബബ്ലി ഐ വുഡ് ഹാവ് നോട്ട് ഇവൻ അക്സെപ്റ്റഡ് ഇസ്ലാം. ഓക്കെ, ബിക്കോസ് ഇപ്പൊ നോക്കി, ഫോർ എക്സാമ്പിൾ ഉമ്മമാര് നമ്മൾ അവിടെ പോണ്ട ഇവിടെ പോണ്ട, ആ ഫ്രണ്ട്സിനെ കാണണ്ട ഈ ഫ്രണ്ട്സിനെ കാണണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇറിറ്റേറ്റ് ആവും, നമുക്ക് അവരോട് ഒരു ദേഷ്യം വരാൻ തുടങ്ങും. അതേപോലെയാണ് ഇതും. നമ്മൾ അടിച്ചമർത്തിയാൽ അത് നമുക്ക് ദേഷ്യം വരും. നിങ്ങൾക്ക് ഇത്ര പറയായിരുന്നു, ഹിജാബ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യരുത്, നമ്മള് മിസ്യൂസ് ചെയ്യരുത്, ആ ഒരു ഇതിന് നല്ല പറയായിരുന്നു. അതിന്റെ പകല് ദ വേ യു സ്പോക്ക് വാസ് റോങ്. അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് എന്റെ പഴയ വീഡിയോ എടുത്തിട്ട് ഇവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്ന എന്നെ ഭയങ്കരമായിട്ടെന്ന്. യെസ്, അപ്പൊ നിങ്ങൾക്ക് ഹേർട്ടായിട്ടില്ല. പിന്നെ യു ആർ ആൻസറബിൾ. ഇപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതന്നെയാ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു വീഡിയോയില് ഞാൻ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ക്വിറ്റ്, ഞാൻ ഇൻകം എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. പക്ഷെങ്കിൽ അത് അള്ളാഹിനോടുള്ള ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്തിട്ട് അൽഹംദുലില്ലാ. പക്ഷെ നിങ്ങൾ അതേ ഇതിൽ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ അത് എടുക്കാത്തത്, ആ വീഡിയോസ് എടുക്കാത്തത് ഞാൻ ആ കൊലാബ് ചെയ്യുന്ന ആൾക്കാരോട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ പഠിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുത്ത വാക്ക്. അപ്പൊ നിങ്ങൾക്ക് വാക്കിനോടാണോ വലുത് അല്ല ഇസ്ലാമിന്റെ റൂളാണോ നിങ്ങൾക്ക് വലുത്? അപ്പൊ നിങ്ങൾ തന്നെ രണ്ടു തരം വർത്താനം പറയാം. നിങ്ങളെ കൺവീനിയന്റിന്റെ പ്രകാരമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളെ പോലത്തെ ആൾക്കാരാണ് പാസിംഗ് ബാഡ് മെസ്സേജസ് അബൌട്ട് ഇസ്ലാമിനെ ഞാൻ പറയുന്നത്. നിങ്ങള് പിന്നെ ജസ്ന സലീം ഇവരെല്ലാണ് ഈ ഇസ്ലാമിനെ പറ്റിയിട്ട് ഒരു ആൾക്കാരുടെ അടുത്തേക്ക് ഒരു റോങ് മെസ്സേജസ് എത്തിപ്പിക്കുന്നത്. ആ പണ്ടതായ തോന്നിയാസത്തിൽ കളിക്കുന്നത്, നിങ്ങൾ ഇന്നൊരു തോന്നിയാസത്തിൽ കളിക്കുന്നത്. ബോത്ത് ആർ സെയിലിംഗ് ഇൻ ദ സെയിം ബോട്ട് ഇൻ എ ഡിഫറെന്റ് വേ നേടും. ഓക്കെ.